അതിനേക്കാൾ ഉപരി ഇവിടുത്തെ കേരളത്തിലെ മുഖ്യധാര പത്രമാധ്യമങ്ങൾ ഇതിനെ വളരെ ഈ ഹർത്താലിനെ തച്ചുടയ്ക്കാനും അതിനെ ഈ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി അവർ ഘോരമായിട്ട് അവരുടെ പത്രങ്ങളിൽ കൂടെയും ടി വികളിൽ കൂടെയും ചാനൽ ചർച്ചകളിൽ കൂടെയും അതിനെ തെറ്റായ രീതിയിൽ ആശയവിനിമയ സംവാദം നടത്തുകയുണ്ടായി. ഇതൊക്കെ വളരെ തെറ്റായൊരു ഇതാണ്. കാരണം തെറ്റായ അഭിപ്രായം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ബഹുജനങ്ങളായിട്ട് വരുന്ന ബഹുഭൂരിപക്ഷ ജനങ്ങളെ പറ്റി ഈ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. തലമുറകളോളം ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്തുകൾ തന്നെ കേരളത്തിലുണ്ടാകും. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. ഹർത്താലുകൾ ഇവിടുത്തെ ദളിത് സമൂഹം മാത്രമല്ല നടത്തിയിട്ടുള്ളത്, ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയങ്ങളും മറ്റുള്ള മഹാസഭകളും നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ഇവർക്കാർക്കും ഒരു പുച്ഛമോ അയിത്തമോ ഇല്ലായിരുന്നു. അപ്പോൾ അതുപോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഇവിടുത്തെ ദളിത് സംവിധാനങ്ങൾക്ക് വളരെ ഉത്തേജനവും പ്രചോദനവും സൃഷ്ടിക്കാൻ സാധിച്ചു നിങ്ങളുടെ ഇത്തരം തെറ്റായ അവസരപരമായിട്ടുള്ള നടപടികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമായിട്ടുള്ള ധാരാളം ജനങ്ങളെ പെരുവഴിയിൽ നിന്നുകൊണ്ട് ഈ ഒരു ബാലൻ്റെ, അതായത് നിതിൻ രാജിൻ്റെ മരണത്തിന് നീതി കിട്ടണമെന്ന് പറഞ്ഞാണ് അവർ സമരത്തിലേക്ക് വന്നത്. ഇത് ഞാൻ ആ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. അവരുടെ നിയമപരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പഴുതുകളും അവർ വളരെ രീതിയിൽ സർക്കാരിനെ അറിയിച്ചുകൊണ്ട് തന്നെയാണത് നടത്തിയിട്ടുണ്ടായത്. എൻ്റെ ആവശ്യമല്ല ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇനി ഏത് ഭരണം ഇവിടെ കേരളത്തിൽ വന്നാലും, UDF ഭരിച്ചെന്ന് പറഞ്ഞാലും LDF ഭരിച്ചെന്ന് പറഞ്ഞാലും BJP ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ല NDAയുടെ ഭരണം കേരളത്തിൽ വന്നു പറഞ്ഞാലും അത് ദളിത് സംവിധാനങ്ങളെല്ലാം ദളിത് ആദിവാസി ദളിത് ജനതകളെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണം ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നാഷണൽ ദളിത് ലീഡർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലൊരു കോൺഗ്രസ് വരികയാണെങ്കിൽ ഒരു ദളിതൻ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കണം. അതിലൊരു തെറ്റുമില്ല, അത് പറഞ്ഞാൽ അതിനകത്തൊരു തെറ്റുമില്ല. നമുക്ക് കേരളത്തിലൊരു ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നൊരു ദളിത് ലീഡറോ അതേപോലെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ഒരു നേതാവോ കേരളത്തിൽ ഇല്ലായ്മയില്ല, ഉണ്ട്, ധാരാളം പേരുണ്ട്. അവരിൽ നിന്ന് അവർക്ക്, കാരണം നിങ്ങൾ തന്നെ, കാരണം കാലങ്ങൾ പലതും മാറിയിട്ടുണ്ട് അല്ലേ. കാലങ്ങൾ അന്നത്തെ അടിച്ചമർത്തപ്പെട്ട കാലങ്ങളുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, അടിച്ചമർത്തപ്പെട്ടതിനേക്കാളും വേറുപരിയായിട്ട് പറയാനുള്ളത്, ഈ നാടിൻ്റെ ശരിയായിട്ടുള്ള മണ്ണിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ആദിവാസി ഗോത്രവംശങ്ങളാണ്. മനസ്സിലല്ലേ. ബാക്കിയുള്ള എല്ലാ ഈ പറയുന്ന മതം പറയുന്നവരും ജാതി പറയുന്നവരും വെളുത്തതെന്നും മറ്റുള്ള കളർ, റോസാപ്പൂവിൻ്റെ കളറുള്ളതെന്നും ഒക്കെ പറയുന്നത് അതൊക്കെ അന്യദേശത്തിൽ നിന്ന് ഒഴുകി വന്നിട്ടുള്ള വസ്തുക്കളാണ്. അപ്പം ഇവിടുത്തെ ശരിയായിട്ടുള്ള ഇന്ത്യയുടെ, അതായത് ആദിവാസി ഗോത്ര ജനങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഭരണ സംവിധാനം കേരളത്തിലും വരണം. അതേപോലെ ഇവർക്ക് ശരിക്ക് ഈ സമൂഹത്തിന് സർക്കാർ കൊടുക്കേണ്ടത് വെറും ഗ്രാൻഡ് അല്ല കൊടുക്കേണ്ടത്. അവർ ശരിക്ക് ഈ മണ്ണിൻ്റെ ഉടയർ, മണ്ണിന് വേണ്ടി പണിയെടുത്ത വംശം ജനങ്ങൾ എന്നുള്ള രീതിയിൽ അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലോയൽറ്റിയാണ് കൊടുക്കേണ്ടത്, റോയൽറ്റി ഇൻകം കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഒരു ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുതിയൊരു മന്ത്രിസഭ നാളെ നമുക്ക് മന്ത്രിസഭയെ രൂപീകരിക്കുന്നതിനെ പറ്റിയുള്ള വ്യക്തമായ പിക്ചർ നാളത്തെ റിസൾട്ട് വരുന്നതോടെ ഉണ്ടാകുകയും ചെയ്യും. അതിന് മുന്നോടിയായിട്ടാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന ഡിപ്രസ്ഡായിട്ടുള്ള, ഇന്നല്ല പണ്ടല്ല, ഇന്ന് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ജനവിഭാഗത്തെയും കൂടെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണം ഈ വരുന്ന ഭരണ മന്ത്രിസഭയിലെങ്കിലും ഉണ്ടാകണം എന്നുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അല്ലാതെ കഴിഞ്ഞ പിണറായിയുടെ കാലഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഭരണ കാലയളവിൽ ഉണ്ടായിരുന്ന മന്ത്രിയെ പോലും കേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് പട്ടികജാതിക്കാരുടെ ഫണ്ട് മൊത്തം അടിച്ചു മാറ്റുന്ന രീതി ഇനി നടപ്പിലാക്കരുത്. അതിന് നിയമപരമായിട്ടും ബാക്കിയുള്ള രീതിയിലും ഈ സമൂഹം അതിനെ എതിരിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഞാൻ ഉപസംഹരിക്കുന്നു.